നമസ്കാരം. ഞാൻ മൊയ്തീൻ. മോഡേൺ സയൻസ് ആൻഡ് പാത്ത് ഓഫ് റിലീജിയൻ, ആധുനിക ശാസ്ത്രം മതത്തിൻ്റെ വഴിയിൽ എന്ന സംഘടനയുടെ ചെയർമാനാണ്. ബഹുമാനിയെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസ. ഇന്ന് കോടിയേരി സഖാവിൻ്റെ 1ാം ചരമവാർഷിക ദിനമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞങ്ങളുടെ ഇരിപ്പ നിത്യശാന്തി നേർന്നുകൊണ്ടും കുടുംബത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ടും കൊള്ളുന്നു. നാളെ ഗാന്ധിയുടെ ജന്മദിനമാണ്, ഒക്ടോബർ 2. ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. കുറ്റങ്ങളുണ്ടായിരിക്കാം, കുറവുണ്ടായിരിക്കാം, പോരായ്മ ഉണ്ടായിരിക്കാം, ഡെഫിനറ്റ്, ഐ നോ വെരി വെൽ. പക്ഷേ ഗാന്ധിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഈ ഒക്ടോബർ 2 വളരെ പ്രസക്തി. എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അത് 30 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ 140 കോടിയിൽ പരമാവധി. ഈ 30 കോടി ജനങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പതിനായിരങ്ങൾ മരിച്ചിട്ടില്ലെന്നല്ല പറയുന്നത്, എങ്കിലും വലിയൊരു ആത്മഹൂതിയോ അല്ലെങ്കിൽ ജീവൻ നഷ്ടം വരുത്താതെ സഹന സമരത്തിലൂടെ നയിച്ചത് എന്തൊക്കെ തെറ്റുണ്ടെങ്കിൽ പോരായെങ്കിലും അത് ഗാന്ധിജിയുടെ ഒരു കഴിവ് തന്നെയായിരുന്നു. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം, അത് കഴിഞ്ഞ് ഇസ്രായേൽ ലെബനൻ യുദ്ധം, പിന്നെ ഹൂത്തികളുടെ യുദ്ധം, സിറിയയിലെ യുദ്ധം, ഇറാഖ് യുദ്ധം, അതിൽ ഒരു വശത്ത് ഇസ്രായേലും മറുവശത്ത് ഈ രാജ്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് മെയിനായിട്ട് ഇപ്പോൾ നോട്ടബിൾ ഇറാനാണ്. ഇസ്ലാം മതം രൂപീകൃതമായപ്പോൾ ചില യുദ്ധങ്ങളൊക്കെ വേണ്ടി വന്നു. അത് നമുക്ക് ഒരു പരിധിവരെ അനിവാര്യമായതുകൊണ്ട് നടത്തി എന്ന് പറയാം. പക്ഷേ അതിനുശേഷം മുസ്ലിം രാജ്യങ്ങളിൽ, അറബി നാടുകളിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ അശാന്തി നടമാടുകയാണ്. എന്താണ് കാരണം? നമ്മളെല്ലാം കൊട്ടിഘോഷിക്കുന്ന പ്രവാചകനും അള്ളാഹും, ആ മതത്തിൽ പ്രവാചകൻ്റെ മരണത്തിന് ശേഷം അധികം കാലം കഴിയാതെ തന്നെ ഖുലഫായി റാഷിദീൻ എന്ന് പറയുന്ന അലിയാർ തങ്ങളുടെ മക്കൾ പരസ്പരം യുദ്ധത്തിലേർപ്പെട്ടും ചതിയിൽ കൂടിയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു വിഭാഗമാണ് ഇന്ന് ഈ പറഞ്ഞ ശിഹാക്കൾ എന്ന് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാ അലി ഒലിയുള്ള എന്ന് പറയുന്ന വിശ്വസിക്കുന്ന വിഭാഗമാണ് ഷിയാക്കൾ എന്നാണ് എൻ്റെ അറിവ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നാണ് കലിമത്ത് തൗഹീദ് ശരി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെ തന്നെ ചോട്ടിക്ക് തെറ്റിയെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് തന്നെ അവിടെ വീഴ്ചയുണ്ട്. ഇത്രയും പ്രപഞ്ച സൃഷ്ടിയുടെ കാരണഭൂതരായ പ്രവാചകൻ നയിച്ച ഒരു മതം, ആ മതത്തിൻ്റെ അനുയായികൾ കേവലം സ്വാർത്ഥ താല്പര്യത്തിനും അധികാരത്തിനും വേണ്ടി ഇത്തരണത്തിൽ സഹോദരങ്ങൾ തമ്മിലോ കുടുംബക്കാർ തമ്മിലോ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു സംഘർഷം അല്ലെങ്കിൽ സംഘട്ടനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൽ കുരുപടി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പറയും, അല്ല മറ്റു പലരും പറയുന്നുണ്ട്, അമേരിക്കയാണ് ഇതിനെല്ലാം കാരണം, അല്ലെങ്കിൽ ഇസ്രായേലാണ് ഇത് കാരണം. അവർ പരസ്പരം സംഘർഷം ഉണ്ടാക്കുന്നു,
കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. അതൊക്കെ 100% ശരിയാണ്, അത് ഞാൻ പറയാം. പക്ഷെ ഈ ഘട്ടത്തിലൊന്നും അമേരിക്ക ഇസ്രായേലൊന്നും ഇല്ലല്ലോ. അപ്പോൾ എവിടെയോ അടിസ്ഥാനപരമായി തന്നെ നമ്മളുടെ വിശ്വാസത്തിലും പ്രവൃത്തിയിലും ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ട്, അപാകതകളുണ്ട്. നമ്മൾ ഭൂമി സൂര്യൻ ചുറ്റും കറങ്ങുന്നു, അങ്ങനെ പഠിച്ചത്. ആ ഭൂമി തന്നെ പരസ്പരം തിരിയുന്നുണ്ട്. അങ്ങനെ തിരിയുമ്പോഴാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്, മറ്റു കറങ്ങുമ്പോഴാണ് ഒരു കൊല്ലം ഉണ്ടാകുന്നത്. അതുപോലെ ഇപ്പം ലെബനോണിലെ അക്രമത്തിൽ ആ ഷിഹാദ് നേതാവ് മരിച്ചപ്പോൾ, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ അത് കണ്ട് അല്ലെങ്കിൽ കേട്ട് ആസ്വദിച്ച ഒരു വിഭാഗം ജനത ഈ ലോകത്ത് ഉണ്ടായി എന്ന് പറയുന്നു. കൊണ്ട് സത്യമാണ്. അതിനർത്ഥം ഷിഹാക്കൾ ഒരു വശത്തും സുന്നികൾ മറുവശത്തും പരസ്പരം യോജിക്കാതെ നിൽക്കുകയാണ്. സുന്നികളെക്കാൾ കുറച്ചുകൂടി തീവ്രമാണ് ഷിഹാക്കളുടെ പ്രവൃത്തിയും ഒരു പരിധിവരെ തെറ്റായ വിശ്വാസവും, അന്ധമായ വിശ്വാസം അല്ലെങ്കിൽ അമിതമായ വിശ്വാസം. ഇറാൻ്റെ അവസ്ഥ അതാണ്. ഇറാനിൽ ഷാ പഹലവി, ഷാൻഷാ, രാജാതിരാജൻ, അദ്ദേഹം അമേരിക്കയോട് സഹകരിച്ച് ഭരണം കുറേ നാൾ പോയി. അന്ന് മതമൂലികവാദം ഓടിച്ചാൽ ബാക്കി മതങ്ങളൊക്കെ ഉണ്ടായി കുറച്ചുകൂടെയൊക്കെ പാശ്ചാത്യ സ്റ്റൈലായതെങ്കിലും കുറച്ചുകൂടിയൊക്കെ ശാന്തമായിട്ട് സമാധാനമായിട്ട് പോയതാണ്. അത് ഷിഹാദ് നേതാവ് ഖൊമേനി, ആയത്തുള്ള ഖൊമേനിയുടെ മറ്റ് പൂർവികർ വന്ന് ഏതാണ്ട് 77 മറ്റോ ഇത്ര വർഷമായിട്ട് അവർ ഭരണത്തിൽ കൊണ്ടെടുക്കുക. അവർ ഭരണത്തിൽ കൊടുക്കുക ഷിഹാക്കളാണെന്നില്ല, മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗം, പ്രത്യേകിച്ച് സ്ത്രീകൾ, പർദ്ദ ധരിക്കുന്നവർ, പർദ്ദ ധരിക്കട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷെ അത് ഈ മുഖം മൂടി നടന്ന് അത് കൊച്ചു കേരളത്തിൽ പോലും കൊണ്ട് പകർത്തി വെച്ചേക്കണത്. ബഹുസ്വര രാഷ്ട്രമായി ഇന്ത്യ, അതിൽ മുസ്ലിം 20% വരുന്ന ന്യൂനപക്ഷമാണ്. നമ്മുടെ ഇവിടെ ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പ്രവൃത്തിയോടും ആചാരത്തോടൊക്കെ നമ്മൾ ഈമാനികമായ വിശ്വാസം മാറ്റാതെ തന്നെ ചില സഹകരണമൊക്കെ വേണ്ടാണ്. അതിന് ഈ പേക്കോലം കിട്ടി മുഖം മറച്ച് റോഡ് നടക്കുന്ന വിരൂപിണിയായ വികൃത രൂപികളായ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന വർഗം ആരാണ്? ഏത് നേതാവാണ്? ഏത് സംഘടനയാണത്? നിങ്ങൾ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല. പർദ്ദ ധരിക്കുറിച്ച് നമ്മൾ ഒരിക്കലും കുറ്റം പതില്ല. പക്ഷെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളൊരു വെള്ള വസ്ത്രം ധരിച്ച പോരുത്, അത് വെള്ള കളറായാൽ ഉപകാരമായിരിക്കും, കുറച്ചുകൂടി ഭംഗിയുണ്ട്, അതാണ് ഓക്കെ, എന്തുപോട്ടെ. അത് പിന്നെ മുഖം മറിച്ച് 2 കണ്ണ് മാത്രം കാണിച്ച്, ഞാൻ പണ്ട് വല്ലതുകൊണ്ട് ഈ പാടത്തൂടി കന്നുകാലി കൊടുക്കുമ്പോൾ നെല്ല് തിന്നായിരിക്കാൻ വേണ്ടി ഒരു കൊട്ട വയ്ക്കുമ്പോലെ ആ ഒരു സംസ്കാരമാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ പറയിപ്പിക്കാനായിട്ട്. ഇപ്പം എന്താ ആലോചിച്ച് നോക്കുക, ഇന്ന് അറബികളുടെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് ലോകത്ത്? ഇതിന് 100ഓളം മുസ്ലിം രാജ്യങ്ങളും 200 മുസ്ലിങ്ങളുള്ള ലോകമാണിത്. എവിടെ എത്തി അവരുടെ നിലവാരം? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ആൾക്കാർ പോലും, അത് ക്രിസംഖി ആണെങ്കിലും സംഘപരിവാരാണെങ്കിലും അതുപോലെ പലസ്തീൻ അനുഭവിക്കുന്ന മറ്റ് വിഭാഗങ്ങളിൽ ആണെങ്കിലും, നമ്മൾ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തോട്, ക്രിസ്ത്യൻ സമുദായത്തോട്, മുസ്ലിം സമുദായത്തോട് മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് പറഞ്ഞ ഒരു സത്യമാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ത്യയെ ആക്രമിക്കാൻ ഒരു മുസ്ലിം രാജ്യവും വരില്ല. അത് ഇവിടുത്തെ RSS സംഘപരിവാർ മത്സരമുണ്ട്. പിന്നെ പാകിസ്ഥാൻ അത് വിട്ടുകളെ, അത് അയൽവക്ക രാജ്യമാണ്, മുസ്ലിം ഹിന്ദു ആയിട്ടില്ല, അത് അയൽവക്ക രാജ്യമാണ്. മറിച്ച് മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളും തക്കം പാർത്തിരിപ്പുണ്ട് ആക്രമിക്കാൻ. അതിനേക്കാൾ ഉപരി ഇന്ന് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളെ ഞാൻ കുറ്റപ്പെടുത്തല്ല, നിങ്ങളൊരു കാര്യം ആലോചിക്കും, ഇന്ന് ഇസ്രായേലിൻ്റെ വലിപ്പത്തേക്കാൾ ഒരു ഭാഗം കൂടി വലിപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഇസ്രായേലായിരിക്കും ഇന്ത്യയെ ആക്രമിക്കാൻ പോകുന്നത്. ആ ഇസ്രായേലായിരിക്കും ലോക സമാധാനത്തിന് കത്തിവയ്ക്കുന്നത്. ഇപ്പം തന്നെ വച്ചു തുടങ്ങി.
ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. അമേരിക്ക പറഞ്ഞിട്ട് പോലും ഇസ്രായേൽ കേൾക്കുന്നില്ല. കാരണം അവർക്ക് യുദ്ധം ഒരു അനിവാര്യമാണ്. കാരണം അവരെ ഭരണം നിലനിൽക്കാൻ ആവശ്യമാണ്. യുദ്ധം നിർത്തിയാൽ നായിരൊഴിച്ച പുലിവാൽ തോന്നുന്നില്ല. യുദ്ധം നിർത്തിയാൽ പിറ്റേന്ന് അല്ലെങ്കിൽ അന്ന് തന്നെ നെത്തിനാവോ രാജിവെക്കുകയോ അല്ലെങ്കിൽ ആൾക്കാർ കൊല്ലുകയോ ചെയ്യും. അധികാരം പോവില്ലേ? അതാണ്. അപ്പം നമ്മൾ വീണ്ടും പിന്നെ നമ്മൾ ഗാന്ധിജിയിലേക്ക് വന്നാൽ ഇന്ന് ഈ അറബി നാടുകളിൽ ഇസ്രായേലൊക്കെ ചെയ്യും പോലെയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ആ 30 കോടി ജനങ്ങളിൽ ഒരു 10 കോടിയെങ്കിലും കൊന്നുപോയതിനാണ്. എതിർത്ത് ആക്രമിച്ചു. ബ്രിട്ടീഷുകാരല്ലേ അവർ സമ്മതിക്കുക, പട്ടാളവരായില്ലല്ലേ. പക്ഷെ അത് സഹന സമരം കൊണ്ടും ക്ഷമാശീലം കൊണ്ടും ഞാൻ വീണ്ടും പറയുന്ന പോരായ്മകളുണ്ട്. ഗാന്ധി സത്യത്തിന് പല പോരായ്മയുണ്ട്. എല്ലാം തിരിഞ്ഞ് എന്താ ഉള്ളത്? ഒന്നുമില്ല ലോകത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി നമ്മൾ അനുകൂലിക്കുകയാണ്. അതുപോലെ ഈ അറബി നാടുകൾക്ക് ഇസ്രായേലോട് കാണിക്കുന്നത് ഒരു തന്ത്രപരമായിട്ട് നയപരമായിട്ടായിരിക്കുമല്ലോ. ഞങ്ങൾ വീണ്ടും സംശയിക്കുന്നത്, ശക്തമായ മനഃശാസ്ത്രമായ വിലയിരുത്തി സംശയിക്കുന്നത്, ഒക്ടോബർ 7 എന്നുള്ളത് ഇസ്രായേലിൻ്റെ സപ്പോർട്ട് കൂടിയാണ് ഇവർ ഈ അമ്പുബില്ലും പാട്ടായിട്ട് കയറിയത്. അന്ന് ഇസ്രായേലിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ 100% ഓഫായിരുന്നു. അതിന് ഡോറ് തുറന്നു കിടക്കായിരുന്നു. ഇന്ന് കാണുന്ന ഈ ഡോൺ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താ അന്ന് വർക്ക് ചെയ്യായിരുന്നത്? ഇന്ന് പോരുന്ന് കയറുന്നില്ല, വർക്ക് ചെയ്താലും നശിപ്പിച്ചാലല്ലോ. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഇത് അറബി നാടുകളിൽ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ, അതിലും പ്രത്യേകിച്ച് ലെബനോണും പലസ്തീനും പോലെയുള്ളൊക്കെ കയറി തങ്ങളുടെ രാജ്യം വികസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായത് തന്നെ. ഇപ്പോൾ പേജർ യുദ്ധത്തെക്കുറിച്ച് പറയുന്നതല്ലേ, അത് 2005 മുതലായിട്ട് 15 വർഷം മുമ്പായിട്ട് അതിന് പ്ലാൻ തുടങ്ങിയത്. ഇന്നൊന്നിലേ ഇതില്ല. അവരെ സംബന്ധിച്ച് അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു ഹോബിയാണ് പരീക്ഷണത്തിൽ. കാരണം അവരെ ലോകം വെറുത്തുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ ഒരു കാര്യം പറയാം, 1967 or 69 VK കൃഷ്ണമേനോൻ, നോട്ട് VR കൃഷ്ണയ്യർ, VK കൃഷ്ണമേനോൻ, ബുദ്ധിരാക്ഷസൻ, അദ്ദേഹം UN വെച്ച് പിന്നെ പറഞ്ഞു ചൈനയെ UN ചേർക്കണമെന്ന്. അന്ന് അമേരിക്ക വീറ്റോ ചെയ്ത്. അത് ഈ 10 വർഷം കഴിഞ്ഞ് 79 ആണ് നിക്സൺ പ്രസിഡന്റ് ആയിപ്പോൾ ചൈനയിൽ പറഞ്ഞ് അന്ന് മാവോവിനെ കണ്ട് UN ചേർത്തത്. അന്ന് UN ചൈനയെ ചേർത്ത്. അന്ന് ചൈന എന്തായിരുന്നു? ലോകത്ത് തന്നെ ഒരു മുരടി സ്വഭാവമായിരുന്നു. ഈ UN ചേർന്ന ശേഷം ഒരു അടുക്കും ചുറ്റുമെന്ന് അവർ പ്രവർത്തനം കുറച്ചതായി. അവരിപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷങ്ങൾ ആൾക്കാരെ കൊല്ലുന്നു ശുദ്ധീകരിച്ചു വേണ്ടി. അതൊക്കെ കിടക്കട്ടെ. അതുപോലെ ഇസ്രായേലിൽ എല്ലാവരും വെറുത്തോടി, അമേരിക്ക വെച്ച് ബാക്കി എല്ലാവരും വെറുത്തോടി. അവർ സ്വാഭാവികമായിട്ടും ജീവിക്കാനുള്ള സമരത്തിനിടയിൽ ധിക്കാരികളായി, അഹങ്കാരികളായി, മണ്ടന്മാരായി, ബുദ്ധികളായി. രണ്ടുമുണ്ട്. മണ്ടത്തിൽ കാണിക്കട്ടെ, ബുദ്ധിജീവിയായി വരുന്നുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും ജയിക്കുമെന്നുള്ള ആ ആത്യന്തികമായ അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് പലതും കണ്ടുപിടിക്കുകയാണ്. ഈ മുങ്ങിച്ചാവും പോകുന്ന നീന്തലറിയാത്തവർ മുങ്ങിച്ചാവും പോകുമ്പോൾ തന്നെ കൈകാലിട്ടടിച്ച് നീന്തൽ പിടിക്കുമ്പോൾ ഇങ്ങനെ ജയിക്കാൻ വേണ്ടി പല പരീക്ഷാർത്ഥ കൊടുത്തിൽ ചിലർ ജയിച്ചു പോകും. അങ്ങനെയാണ്. അതേ സ്ഥാനത്ത് അന്ന് ഞാൻ പറഞ്ഞല്ലോ 1400 വർഷങ്ങൾക്ക് മുൻപുള്ള അന്ന് അമേരിക്ക ഇസ്രായേലില്ല, എന്നിട്ടും അവിടെ ഗ്രൂപ്പ് കേട്ടായി തകർന്നു എന്നുള്ളൂ. ഇന്ന് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള യൂറോപ്യൻ കൺട്രീസും ഇസ്രായേലിനെ ശിഖണ്യെ പോലെ നിലനിർത്തിക്കൊണ്ട് കളിക്കുകയാണ് ലോകത്ത്. അതുകൊണ്ട് ഈ മതത്തെ തകർക്കാൻ വേണ്ടി, ഈ മതം എന്ന് പറയുന്നത് എന്താ കാര്യം എന്നറിയോ? ലോകത്ത് ക്രിസ്തു മതം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ മതം മുസ്ലിം മതമാണ്. അത് ലോകത്ത് 100-100ഓളം രാജ്യങ്ങളുണ്ട്. 200ഓളം രാജ്യങ്ങളുണ്ട്. 200 രാജ്യങ്ങളിൽ 100 കോടി പേരെ മുസ്ലിങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ വേറെ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നേപ്പാളിൽ കുറച്ചേ ഉള്ളൂ, ബാക്കിയല്ല. ബുദ്ധമതമൊന്നും ഇല്ല. അപ്പോൾ രണ്ടാമത്തെ മതം മുസ്ലിം ഇസ്ലാം മതം ആകുമ്പോൾ 1/1 എന്ന് പറയുമ്പോൾ ക്രിസ്തു മതം ബൈ ഇസ്ലാം മതം, അതാണ് സ്വാഭാവികമായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികം രണ്ട് ശക്തികൾ തമ്മിലായിരിക്കും എതിർപ്പ് വരുന്നത്. അത് സ്വാഭാവികമാണ്.
അപ്പോൾ അങ്ങനെ തകർക്കാൻ വേണ്ടി ഇതുപോലെ ഗ്രൂപ്പിസം ഉണ്ടാക്കും, മറ്റ് പലതും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പം ഒരു ബഹായിസം മതം ഉണ്ടാക്കി, അത് ഇസ്രായേൽ അമേരിക്ക സൃഷ്ടിയ ബഹായിസം. ഈ സുന്നി പിന്നെ പിന്നെ ഇതിൻ്റെ ഇറാനിലെ ഇതുപോലെയൊക്കെ അതിനൊക്കെ അവർ ഡെവലപ്പ് രണ്ട് നിർത്തിയിട്ട് പരസ്പരം അടിക്കും. ഈ പരസ്പരം അടിക്കലിനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം ഞാനൊന്ന് പറയാം. ചെറിയ കാര്യം. ഒരു രാജ്യത്ത് ഒരു ഗുസ്തിവീരനുണ്ടായിരുന്നു. അപ്പോൾ അയൽപക്കത്തെ രാജ്യത്ത് 2 ഗുസ്തിവീരന്മാർ ഇവിടെ ഗുസ്തി പിടിക്കാൻ വന്നു. ഇവർ കണ്ടപ്പോൾ തന്നെ ഈ രാജ്യത്ത് ഗുസ്തിവീരന് മനസ്സിലായി ഞാൻ ജയിക്കില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഗുസ്തി പിടിക്കാൻ ഇല്ല എന്നൊരു മാറിയിരുന്നപ്പോൾ ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞ് നിങ്ങൾ പിടിക്കണോ വേണം തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, നിങ്ങൾ മാറിയൊക്കെ തുടങ്ങി. ഇപ്പോൾ ഈ 2 പേരോട് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് വന്ന് ഗുസ്തി പിടിക്കാൻ? നിങ്ങൾ 2 പേരായിട്ട് ആരായിട്ട് ഗുസ്തി പിടിക്കുന്നത് അറിയാൻ നിങ്ങൾ തമ്മിൽ പരസ്പരം പിടിക്കണം. നിങ്ങൾ പിടിച്ചിട്ട് ജയിക്കുന്ന ആളായിട്ട് ഞങ്ങളുടെ ഗുസ്തി പിടിക്കുന്നത്. ഇവരിങ്ങനെ പരസ്പരം പിടിച്ചു 2 കൂട്ടം തോറ്റ് ഗുസ്തി പിടിക്കാൻ തിരിച്ചു പോയി. ഗുസ്തി പിടിക്കാതെ ഈ രാജ്യത്തെ ഗുസ്തിക്കാരൻ ജയിക്കുകയും ചെയ്തു. അതാണ് തന്ത്രയുക്തി. അത് കുറ്റം പറയാൻ പറ്റില്ല. നമ്മളുടെ കാര്യത്തിൽ വിജയിക്കുക എന്നുള്ളത് അത് നമ്മുടെ കഴിവാണ്. അത് ഏത് മാർഗം സ്വീകരിക്കാം. അതുപോലെ 2 അർത്ഥത്തിലാണ്. 1 2ആക്കി ഡിവൈഡ് ആൻഡ് റൂൾ പണ്ട് ബ്രിട്ടീഷുകാർ വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത് അത് വലിയ ഫിലോസഫിയാണ്. രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണകർത്താക്കന്മാർ അവർ വലിയ ഒരു ബുദ്ധിതന്ത്രമാണ്. പിന്നെ അങ്ങനെ കൊത്തിയിരുമ്പോൾ ശക്തി കൊടുക്കുക, എന്നിട്ട് പരസ്പരം അടിച്ച് ക്ഷീണിച്ച് നിൽക്കുമ്പോൾ കയറി അറ്റാക്ക് ചെയ്യുക. അങ്ങനെയുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഇറാഖ് 8-10 വർഷക്കാലം യുദ്ധം ചെയ്ത് തകർന്ന സമയത്താണ് ഇറാഖിലേക്ക് അമേരിക്ക വന്ന് കയറിയത്. 10 എളുപ്പത്തിൽ വിജയിച്ചു. ലെബനോനിൽ തന്നെ പണ്ട് അവിടെ ലെബനോനിൽ തന്നെ 2 ഗ്രൂപ്പുള്ള ക്രിസ്ത്യൻ മിലിറ്ററി ഉണ്ട്, മറ്റേ മുസ്ലിം മിലിറ്ററി ഉണ്ട്. അങ്ങനെ അവർ തമ്മിൽ യുദ്ധം ചെയ്ത് പിന്നെ ജയിച്ചൊക്കെയാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ അറബികൾക്കും ഈ മുസ്ലിം രാഷ്ട്രങ്ങൾക്കും അവർ നയിക്കുന്ന ബുദ്ധിജീവികൾക്കും? നിങ്ങൾ ഇസ്രായേൽ രൂപീകരണത്തിൽ തന്നെ അബ്ദുള്ള രാജാവ് ഗോൾഡൻ മെയർ എന്ന ഇസ്രായേലിലെ വിദേശകാര്യ മന്ത്രി 22 വയസ്സുള്ളൂ. അത് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഇവർ പിന്നെ അന്ന് അബ്ദുള്ള രാജാവ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ്. അമ്മാൻ രാജാവാണ് ഇസ്രായേൽ രൂപീകരണത്തിൽ അത് വേണമായിരുന്നു. അങ്ങനെ പെൺ വിഷയത്തിൽ അറബികൾ മറ്റാറ് വിഭാഗത്തേക്കാൾ വഴകി പോകുന്നു, അല്ലെങ്കിൽ വീണു പോകുന്നു, അല്ലെങ്കിൽ പെട്ടുപോകുന്നുള്ളത്. ഇന്നിപ്പോൾ മൊസാദിൻ്റെ കണ്ടില്ലേ, ഒരു മലയാളി ഒരു ചെറുക്കനുണ്ട്. അതുകൂടാതെ അവിടുത്തെ ലെബനോണിലെ നേതാക്കളെ സൗന്ദര്യവതിയായ സ്ത്രീ വീഴ്ത്തി എന്നാണ് ഇപ്പോൾ പുറത്ത് പറയുന്നത്. അങ്ങനെ ചാരപ്പം നടത്തിയാണ് അങ്ങനെ വീണ് പോകുന്നു. അത് വീണ് പോകാതെയും കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ ധരിക്കുന്നുണ്ടോ അവിടെ അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്വർഗത്തിലേക്ക് വഹിക്കുകയാണ്. ഇപ്പം സാമാന്യം ഞാൻ എൻ്റെ വിശ്വാസം എനിക്കൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ സാമാന്യം മറ്റുള്ളവർ പറയുന്നതെന്നറിയോ? അപ്പോൾ ഈ സ്ത്രീ പുരുഷ ബന്ധം മാത്രമാണോ ജീവിതത്തിൽ? നമ്മൾ മുല്ലാക്കുമാർ പ്രസിദ്ധ ഞാൻ കേട്ടു 17 ഹൂർലീനികൾ കിട്ടും, അവരെല്ലാം സുന്ദരിമാരാണ്, എത്ര ബന്ധപ്പെട്ടാലും ക്ഷീണം തോന്നില്ല, ഇങ്ങനെയാണ് അത് വയ്ക്കുക. അപ്പോൾ ഈ ബന്ധപ്പെടൽ മാത്രമാണോ മനുഷ്യ ജീവിതത്തിൽ സുഖം എന്ന് പറയുന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു ഫിലോസഫിയാണ്, മനഃശാസ്ത്രമാണ്. ഈ ലോകത്ത് വെറുക്കുന്ന ഏറ്റവും വലിയ സമുദായം സുഖലോലുപതിയാണ്. സുഖലോലുപതിയാണ് ഏറ്റവും വെറുക്കുന്നത്. അങ്ങനെ എല്ലാം സുഖലോലുപതി വന്നുകൊണ്ടാണ് അമേരിക്കയിൽ ചെറുപ്പക്കാർ ഇപ്പീസ് ഉണ്ടാക്കിയത്. അവരെല്ലാം സുഖിച്ചു, പിന്നെ നിരാശ വന്ന് ഇപ്പീസ് ഉണ്ടാക്കി കുളിക്കൽ നനക്കൽ വൃത്തി അങ്ങനെ നടക്കുന്നത്. അപ്പോൾ സുഖലോലുപതയാണ്. പിന്നെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യത്തെക്കാൾ നമ്മൾ പെട്ടെന്ന് മടുക്കുന്നത് സുഖലോലുപതയാണ്. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ നൂറ്റാണ്ടായിട്ട് ആ സുഖലോലുപത മാത്രമാണോ മനുഷ്യനും ഇത് ആവശ്യം? അപ്പോൾ നമ്മളത് ചിന്തിക്കേണ്ട കാര്യമാണ്. അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും ചെന്ന് ജീവൻ കളഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പോൾ ഹൂർലീനങ്ങൾ കിട്ടും. ഇവിടെ സംഘപരിവാരം പറഞ്ഞിട്ട് നമുക്ക് നാണായിട്ട് പാടില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യങ്ങളൊക്കെ കിട്ടും. എന്നുകൊണ്ട് നിങ്ങൾ ചാവാൻ പോകണം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ 15-14 വയസ്സുള്ള കുട്ടികളൊക്കെയാണ് യുദ്ധത്തിന് ഇതൊക്കെ കൊടുത്ത് വിട്ടത്. മരിച്ചോ നിങ്ങൾ ഉടനെ? ഇവിടെ കേരളത്തിൽ പോപ്പുലർ ഫുഡുകാരൊക്കെയാണ് എന്താ പറഞ്ഞത്, രക്തസാക്ഷി എന്നല്ല പറഞ്ഞത്. അവർ നമ്മൾ അങ്ങനെ ഷഹീദായി കഴിഞ്ഞാൽ ഉടനെ അവിടെ സ്വർഗവും കിട്ടും, പെണ്ണും കിട്ടും, ഒക്കെ കിട്ടും. എന്തിനാ നമ്മുടെ സമുദായമേ, നിങ്ങൾക്കൊന്നൊരു കോമൺ സെൻസ് ഇല്ലേ?
വാട്ടമായി ഞാൻ ആരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ കോമൺ സെൻസില്ലേ, ഇത് എന്ന് അല്പങ്ങൾ ചിന്തയുണ്ടെങ്കിൽ ഇങ്ങനെ ഉടനെ ചത്ത് അങ്ങോട്ട് പോയിട്ട് സ്വർഗത്തിൽ കയറുന്ന സ്ത്രീകളെ കിട്ടാൻ വേണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് നല്ലതാണ്. ഞാൻ വിശ്വാസം ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അതിൻ്റെയൊക്കെ എല്ലാ വശങ്ങളും നമ്മൾ ABCD പഠിക്കണം, എന്നിട്ട് വിലയിരുത്താൻ. എന്നിട്ട് നമുക്ക് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. അള്ളാഹുവിൻ്റെ വാചന ഖുർആൻ. അള്ളാഹു എന്താ പറഞ്ഞത്? നിനക്ക് ഞാൻ ബുദ്ധി തന്നിട്ടുണ്ട്, ആ ബുദ്ധി ഉപയോഗിച്ച് നീ മനസ്സിലാക്കുക, നിനക്ക് വേണ്ടി നീ പ്രവർത്തിക്കാത്ത കാലം ഞാൻ ഒന്നും ചെയ്യില്ല എന്ന്. ഇതൊക്കെ ഖുർആൻ വചനമല്ലേ? അത് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം? എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം? എന്തുകൊണ്ടാണ് അള്ളാഹു ഇത് പറഞ്ഞത്? നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഏത് മനഃശാസ്ത്രയോ ഫിലോസഫീസ് തത്വജ്ഞാനികൾ കണ്ട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. അതിപ്പോൾ ഒരു 10-20 മിനിറ്റോട് പറഞ്ഞു തീർക്കാൻ പറ്റിയ കാര്യമല്ല. സൗകര്യം മൂലം വന്ന് നമ്മൾ സംസാരിക്കാതെ എനിക്കറിയാതെ ഞാൻ പറഞ്ഞുതരാം വേറെ കാര്യം. അപ്പോൾ ഏതായാലും ഗാന്ധി ജയന്തി ദിനമായ നാളെ ഗാന്ധിജിയുടെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അറബി രാജ്യങ്ങളും മറ്റ് മുസ്ലിം രാജ്യങ്ങളും ഇത് ഒന്നുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രമല്ല, ഇന്ന് ഇന്ത്യക്കുള്ളതുപോലെ ഒരു കഴിവ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ളൊരു കഴിവ്, റഷ്യക്കുള്ളൊരു കഴിവ്, ചൈനയ്ക്കുള്ളൊരു കഴിവ് ഇസ്രായേൽ വന്നാൽ, ഇന്ന് കഴിവില്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ ചെറിയ രാജ്യമല്ലേ, എൻ്റെ കേരളത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ ഇസ്രായേൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ആ രാജ്യം ഇന്നുള്ളതിന് നിലവിൽ ഇരട്ടിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ വളർന്നാൽ ലോകത്ത് ആരെയും കെടുത്തില്ല, അവർ പറയുന്നതായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് അവരെ അന്ധമായ വളർച്ചയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. അതാണ് ലോകകാര്യത്തെക്കുറിച്ച്. ഇനി നമുക്ക് കേരളത്തിലേക്ക് 2 മിനിറ്റ് എടുക്കാം. അത് അൻവർ പ്രശ്നം, പിന്നെ CPM പ്രശ്നമൊക്കെ. ഞങ്ങൾ പറയുന്ന ഒരിക്കലും CPM പാർട്ടിയോടൊന്നും നമുക്ക് യാതൊരു എതിർപ്പില്ല. ആ പാർട്ടി നിലനിൽക്കേണ്ട ആവശ്യമാണെന്ന് മാത്രമല്ല, അത് ജനാധിപത്യത്തിൻ്റെ എന്താണ് വിശദീകരണം. നിങ്ങളുടെ ആശയത്തെ ഞാൻ അങ്ങേറ്റം എതിർക്കും, പക്ഷെ നിങ്ങളുടെ ആശയ പ്രചരണത്തിൽ തടസ്സം നേരിട്ടാൽ എൻ്റെ ജീവൻ വരെ കൊടുത്ത് ഞാൻ അതിനെ രക്ഷപ്പെടുത്തും. അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ലളിതമായ വിശദീകരണം, ഡെഫിനിഷൻ എന്ന് പറയും. എന്നാൽ ഒരിക്കലും പറയാം, നിൻ്റെ ആശയത്തെ അല്ലെങ്കിൽ നിൻ്റെ ആദർശത്തെ ഞാൻ അങ്ങേറ്റം എതിർക്കും, പക്ഷെ നിൻ്റെ ആശയം അല്ലെങ്കിൽ ആദർശം പ്രചരിപ്പിക്കുന്നത് തടസ്സം നേരിട്ടാൽ എൻ്റെ ജീവൻ കൊടുത്തുപോലും ഞാൻ അത് എതിർക്കും എന്ന് പറഞ്ഞു. അതാണ് ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷൻ, വിശദീകരണം. അതുപോലെ CPM എന്ന പ്രസ്ഥാനം നിൽക്കാൻ വേണ്ടി നമ്മൾ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ അത് ലോകത്ത് ആവശ്യമാണ്. പക്ഷേ ഇന്ന് കാണുന്ന ആ നേതാക്കളുടെ നിറിവിട്ട് കണ്ടാണ് ഇത് വരുന്നത്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിനുള്ള അഭിമുഖം ഇന്നിപ്പോൾ ഗവർണർ ചോദിക്കുകയാണ്, വല്ല ആവശ്യമുണ്ടോ? പറന്നു പോകുന്ന ഏടി വെച്ച് പിടിക്കുക പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് മണ്ടന്മാരാകാം സമൂഹ നേതാക്കൾ, ഇത്രയും മണ്ടനാകാമോ? ഇപ്പം നമ്മുടെ ഗവർണർ എന്താ ചോദിച്ചത്? 5-8 വർഷം നിങ്ങൾ ഭരിച്ച് നിങ്ങൾ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നടപടിയെടുത്തില്ല, വേറെ അന്വേഷണം വരാണ്. അത് ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ ആഭ്യന്തരമന്ത്രി സമാനം പറയണം. കാരണം നിങ്ങളല്ലേ രാജ്യം ഭരിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ പറയുമ്പോൾ നിങ്ങളിപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്, അല്ല ഭരണകക്ഷി നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്റ്റാൻഡല്ല, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്റ്റാൻഡല്ല. നിങ്ങളിപ്പോഴും പഴയ ആ സെക്രട്ടറി ഇല്ലേ, പ്രതിപക്ഷത്തിൻ്റെ സെക്രട്ടറി, അതേ സ്റ്റാൻഡേർഡ് നിങ്ങൾ നിൽക്കുന്നുള്ളൂ. ഇപ്പോഴും നിങ്ങൾ ഉപദേശിക്കുന്നവർ പറഞ്ഞു തരില്ല, കാരണം നിങ്ങളെ കുഴിച്ചടക്കുന്ന നോക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞെന്താ, നിങ്ങൾ അറിഞ്ഞില്ലാത്ത, ഞാൻ അറിയാത്ത കാര്യമാണ്. ഏതോ PR വെച്ചാൽ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നൊക്കെയാണ് അല്ലേ, ഏതോ PR കൊടുത്താൽ തന്നെ ആയിക്കോട്ടെ. നിങ്ങൾ ആഭ്യന്തരമന്ത്രി അയക്കുമ്പോൾ 5-8 വർഷമായിട്ട് ഇത്രയും സംഭവം നടന്നിട്ട് അത് രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ട് ഒരു കേസുകൾ എടുക്കാതെ എന്താണെന്നാണ് ഇപ്പോൾ ഗവർണർ ചോദിക്കുന്നത്. ഇവിടെ അൻവറും നല്ല വിഷയം, അൻവർ വിട്ടുകളയാ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എം വി രാഘവൻ പിന്നെ ഗോരിമ, അതിന് മുമ്പിലൊന്നും ഈ അൻവറൊന്നുമില്ല. അൻവറിൻ്റെ കാര്യം വിട്. പക്ഷേ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അതിലെന്ത് ചെയ്തുള്ള ഞാൻ പറഞ്ഞ ഒരു ഭരണകക്ഷി എന്നതിൽ LDF ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടി അവിടെ ഒരു ലൈൻ കാണിക്കും, ഭൂരിപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടി ഇപ്പുറത്ത്. അതൊന്നും തെറ്റില്ല, അതൊക്കെ തന്ത്രമാണ്, നയമാണ്, അടവ് നയമുണ്ട് അതിലൊക്കെ. ഇവിടെ എന്ത് പറ്റുന്നറിയോ? വഞ്ചന കാണിച്ചു. മുസ്ലിം സമുദായത്തെ 40% വരുന്ന മുസ്ലിം സമുദായത്തെ നിങ്ങൾ കരുതിക്കുട്ടി കഴിഞ്ഞ് 7-8 വർഷമായിട്ട് വഞ്ചിച്ചിരിക്കുകയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഞങ്ങൾ തന്നെ അതിനെ വിശ്വസിക്കുന്നത്. സംഘപരിവാറിനെ ഏൽപ്പിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്
എത്ര എത്ര കേസുകളാണ് ഇപ്പോൾ ഈ അനുകൂലമല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയത്. നാൾ തല്ലിക്കൊന്നില്ല, കൊന്നിട്ട് ഒരാളെ കൊന്നിട്ട് 24 മണിക്കൂർ അത് തൂക്കി കൊല്ലാൻ വിധിച്ചു. അതുകൊണ്ട് അതുപോലെ കിടന്നില്ല മറ്റാളെ കൊന്നത്. 2 കൊലയല്ലേ? ആ കേസ് ഫയൽ പോലും വന്നിട്ടുണ്ടോ? എന്താണ് സഖാവ്? മണ്ടനാകാൻ കുറ്റമില്ല, നമ്മളെല്ലാം ബുദ്ധിമാനെല്ലാവരും, ഞാനും മണ്ടനാണ് എല്ലാവരും. പക്ഷെ മണ്ടനാണെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല, പറഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? ഇന്നലത്തെ പത്രപ്രസ്താവനയിൽ ഇന്നത്തെ മറുപടി ഉണ്ടല്ലോ, അവരെക്കാൾ അപ്പുറത്തായി. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞായറാഴ്ച പള്ളിയിലെ കാര്യം പറയുമ്പോൾ സമുദായം വേറൊരു സ്ഥലത്ത് പോയി ഒരു സ്ത്രീ, പേരും പറയാൻ പാടില്ല, ഇപ്പോൾ മറിയാമെന്നും പറയാൻ പാടില്ല, നബീസാദും പറയാൻ പാടില്ല, പിന്നീട് പാർവതിന്നും പറയാൻ പാടില്ല. അപ്പോഴും കൂടെ ഒരു സ്ത്രീ ഗ്യാസ് കൊണ്ടു. പിറ്റേ ആഴ്ച ആ പരിപാടിക്ക് അവിടെ വന്നു. അപ്പോൾ വേറൊരു സ്ത്രീയെ കൂടി പറയിപ്പിച്ച് കഴിഞ്ഞ ആഴ്ച വിട്ട ഗ്യാസ് ആ ആളല്ല, ആ സ്ത്രീ ഞാനാണ് കേട്ടോ പറഞ്ഞ് കാശ് കൊടുത്ത് നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി. അതുപോലെ ആയില്ലേ സാറേ? ഒരു പുസ്തകം നടത്തി, അതിന് മറു പുസ്തകം നടത്തി, അത് വന്നു. ഇപ്പം എന്ത് പറ്റി? വിളക്കത്തിച്ച് പാണ്ടായില്ലേ? ഇപ്പം എന്നറിയോ, വെണ്ടക്ക അക്ഷത്തിൽ ഹിന്ദു പത്രത്തിൽ ലക്ഷങ്ങൾ ചിലവ് പത്രത്തിൽ വന്ന് ന്യൂസ്. ഇനി അവർ ചരമ കോളത്തിൽ കൊടുത്താലും അതാരെങ്കിലും അറിയോ? ഇപ്പോൾ മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി വലിയൊരാൾക്കൊക്കെ മോശമായി റിപ്പോർട്ട് ചെയ്തു ഒരു കമ്പനിയെ കുറിച്ച്, എന്നിട്ട് തിരുത്തുന്നതാണ് ചരം കൊടുത്ത് 2 വാചകത്തിൽ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ ഖേദിക്കുന്നു, ഒറ്റ വാചകം നിർത്തണം. അവരാരും അറിയത് അപ്പോൾ പബ്ലിസിറ്റി ചെയ്ത് ന്യൂസ് ഫ്ലാഷ് ചെയ്താൽ ഫ്ലാഷ് ചെയ്തതാണ്, തിരിച്ചെടുക്കാൻ പറ്റില്ല. അതിൻ്റെ പോരായിക. അപ്പോൾ ഏതായാലും കമ്മ്യൂണിസ്റ്റ് സഹാക്കളെ മുഖ്യമന്ത്രി LDF അൻവർ വിരോധം കൊണ്ടല്ല, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ വലിയ ആപത്താണ് മറ്റൊരു പശ്ചിമ ബംഗാളും ത്രിപുരയാവും. പശ്ചിമ ബംഗാൾ ഇന്നലെ അൻവറിൻ്റെ യോഗത്തിൽ പ്രസംഗിച്ച ഒരു CPM നേതാവ് പ്രസംഗിച്ചറിയോ, 35 MP-മാരും 200 MLA-മാരുള്ളതാണ് പശ്ചിമ ബംഗാൾ. ഇന്ന് അതിൻ്റെ അവസ്ഥയെത്തി. അതാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി ചെയ്യുന്നു.